വിഷുഫലം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഇനിയൊരു വർഷം എങ്ങനെയൊക്കെ മഴ ലഭിക്കും, കാർഷികമായിട്ടുള്ള മേഖലകളിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ സമഗ്രമായിട്ട് ചിന്തിക്കുന്ന പ്രശ്നമാർഗത്തിലെ വർഷലക്ഷണം എന്ന അധ്യായത്തിലത്തെ വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വിഷുദിനത്തിൻ്റെ അന്ന് 2025 ഏപ്രിൽ 14 1200 ആണ്ട് മേടമാസം 1 തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 3:21 ചോതി നക്ഷത്രത്തിലാണ് വിഷു സംക്രമം ഉള്ളത്. ഈ വിഷു സംക്രമം മുതൽ ഇനിയൊരു 12 മാസത്തേക്ക്, അതായത് ഈ ഏപ്രിൽ 14 മുതൽ 2026 ഏപ്രിൽ 13 വരെ ഒരു വർഷത്തേക്കുള്ള ഒരു ഫലപ്രവചന രീതികളാണ് ഇത്. ഓരോ മാസങ്ങളിലും ഈ 12 മാസങ്ങളിൽ ഏതാഴ്ചയിൽ സൂര്യൻ സംക്രമിക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയും ഈ കഴിഞ്ഞ മീനമാസം 16 മാർച്ച് 30 ചൈത്രമാസം വിശ്വാവസു എന്ന നാമത്തോടുകൂടിയതായിട്ടുള്ള ചൈത്രം ആരംഭിച്ചു. അതായത് മീനമാസത്തിലെ കറുത്തവാവ് അഥവാ അമാവാസി കഴിഞ്ഞ് പ്രതിപദം അഥവാ പ്രഥമ ഏത് ദിവസം ഉദയത്തിനുണ്ട് അന്നത്തെ ദിവസമാണ് ചൈത്രം ആരംഭിക്കുന്നത് എല്ലാ വർഷവും. ഈ വർഷം വിശ്വാവസു എന്ന നാമത്തോടു കൂടിയതായിട്ടുള്ള ഈ ചൈത്രം ആരംഭിക്കുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയും ഈ ഒരു വർഷം 12 മാസമാണ് ഉള്ളത്. ഈ 12 മാസത്തിലെ ഭൂമി സൂര്യസംക്രമം എന്ന് പറയും, സൂര്യൻ ഓരോരോ ഞാറ്റുവേല എന്ന് പറയും. അതായത് ഈ അശ്വതി ഭരണി കാർത്തിക അങ്ങനെ 27 നക്ഷത്ര സമൂഹത്തിൽ കൂടി ഭൂമി സഞ്ചരിക്കുന്ന 13°20' സഞ്ചരിക്കുക. ഇങ്ങനെ നമ്മുടെ ഈ ഭൂമി 360° 365 കാൽ ദിവസം കൊണ്ട് സഞ്ചരിക്കുന്നു. അതാണ് ചില മാസങ്ങളിലൊക്കെ തന്നെ 30, 31 ദിവസവും 32 ദിവസമൊക്കെ വരുന്നത്. ഇങ്ങനെ ഈ സൂര്യൻ ഏതൊക്കെ സംക്രമിക്കുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയും അതിനു പുറമെ ഓരോരോ ഞാറ്റുവേലകളിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നതിന്റെ അടിസ്ഥാനപ്പെടുത്തി, അതായത് ഈ വരുന്ന 27 ഞാറ്റുവേലകളിലും 19 ഞാറ്റുവേലകളും 15 ഞാറ്റുവേലകളും രാത്രിയിൽ വരുന്നു, 12 ഞാറ്റുവേലകൾ പകലും ആയിട്ട് വരുന്നു. പൊതുവെ ഞാറ്റുവേലകൾ രാത്രിയിൽ കൂടുതൽ വന്നാൽ മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നൊരു പഴയ ചൊല്ല് ഉണ്ട്. ഇങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് ഇതിന്റെ സംവിധാന പ്രകാരവും തിരുവാതിര ഞാറ്റുവേല, അതായത് മിഥുനമാസം 8 ജൂൺ മാസം 22 തിരുവാതിര ഞാറ്റുവേല തുടങ്ങുന്നത്. അത് ഈ ഒരു വർഷം പകലാണ് തുടങ്ങുന്നത്. ഇങ്ങനെ ഈ കുറെ ഘടകങ്ങൾ കോർത്തിണക്കിയിട്ടാണ് ഈ ഒരു വർഷത്തെ സമൂലമായിട്ടുള്ള ഒരു ഫലം പറയുന്ന സമ്പ്രദായം. ഈ വിശ്വാവസു എന്ന നാമത്തോടു കൂടിയതായിട്ടുള്ള ഈ ചൈത്രം ആരംഭിക്കുന്നത് കൊണ്ട് ബഹുവർഷം എന്നുള്ളൊരു പദം പറയുന്നു. മേഘം നീലമേഘമായതുകൊണ്ടും സുവൃഷ്ടി നല്ല നിലയിലുള്ള മഴ ലഭിക്കും എന്ന് പറയുന്നു. ഇതിനു പുറമെ ഇതൊരു തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ഈ വിശ്വാവസു നാമത്തോടു കൂടിയതായുള്ള ചൈത്രം ആരംഭിക്കുന്നത് കൊണ്ട് മധ്യ കേരളത്തിലായിരിക്കും മറ്റ് 2 സ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാവുക എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ മാർച്ച് 30 തന്നെ ഈ ചൈത്രം ആരംഭിക്കുന്ന അന്ന് മുതൽ തന്നെ മഴയുടെ ഒരു കാർമേഘത്തിന്റെ പ്രതീതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങുമെന്നാണ് സാധാരണഗതിയിൽ ഈ മീനമാസത്തിലെ ചൈത്രം തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ മഴയുടെ ഒരു തുടക്കം കുറിക്കും എന്നൊക്കെ പറയും. പൊതുവെ കാർമേഘമൊക്കെ തുടങ്ങിയാലും അത് ഇവിടെ വന്ന് വർഷിക്കുന്നതിന്റെ ഒരു കാലതാമസം നമുക്കൊക്കെ അറിയാം. വിഷു ദിവസം മുതൽ ഏപ്രിൽ 14 മുതൽ 17 വരെ ചെറിയ മഴ ലഭിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും. ഏപ്രിൽ 27 മുതൽ മെയ് മാസം 1 വരെയാണെങ്കിൽ കാർമേഘത്തിന്റെ ആധിക്യം ഇരുട്ടടച്ച് മഴ വരിക എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും
അത്ര തന്നെ ഇവിടെ ഈ ഭൂമിയിൽ പതിക്കുന്ന മഴയുടെ കുറവൊക്കെ സ്വല്പം കുറവ് തന്നെയായിരിക്കും. മെയ് 10-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള കാലം, 10, 11, 12 എന്നീ ദിവസങ്ങളിൽ, അതേപോലെ തന്നെ 15 മുതൽ 18 വരെയുള്ള തീയതികളിലും ഇടിയോട് കൂടിയതായിട്ടുള്ള മഴ. സാധാരണഗതിയിൽ കാലവർഷം എന്ന് പറയുമ്പോൾ ഈ തുലാവർഷത്തിലാണ് ഇടിവെട്ടം അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ പതിവ്. പക്ഷെ ഈ ഒരു വർഷം ഈ മെയ് മാസം 10, 12 കാലങ്ങളിലും 15, 18 കാലങ്ങളിലൊക്കെ ഇടിയോട് കൂടിയതായിട്ടുള്ള മഴ ലഭിക്കും എന്ന് സൂചനയുണ്ട്. മെയ് 27-ാം തീയതിയോടുകൂടി കാലവർഷത്തിന് തുടക്കം കുറിക്കും. അതായത് സ്വതവേ ജൂൺ മാസം 1-ാം തീയതിയൊക്കെയാണ് നമുക്കൊക്കെ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ മഴ തുടങ്ങുക. അങ്ങനെയൊക്കെയാണ് പതിവ്. ഇടവപ്പാതി എന്ന പഴയ സമ്പ്രദായ പ്രകാരം പറയും. എന്തായാലും മെയ് 27-ാം തീയതി കഴിഞ്ഞാൽ അന്ന് തന്നെ കാലവർഷത്തിന് തുടക്കം കുറിക്കും. ജൂൺ 6 മുതൽ 22 വരെ ഉള്ള ദിവസങ്ങളിൽ ശക്തിയായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ജൂൺ 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയോ മഴയ്ക്ക് സ്വല്പം ശമനം ഉണ്ടാകുന്നതുമാണ്. ജൂൺ 29 മുതൽ ജൂലൈ 26-ാം തീയതി വരെ വളരെ ഇരുട്ടടഞ്ഞ രീതിയിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇതൊക്കെ ആകാശത്ത് വളരെയധികം ഇരുട്ടടയും. അതേപോലെ തന്നെ ഇവിടെ മഴ ലഭിക്കുക എന്നത് വളരെ കുറയും. ജൂലൈ 26-ാം തീയതി മുതൽ ഓഗസ്റ്റ് 20-ാം തീയതി വരെ ആണെങ്കിൽ ബഹുവർഷം എന്നുള്ളൊരു പദത്തിന് ഏറ്റവും നിർവചനം കൃത്യമായുള്ള രീതിയിൽ ലഭിക്കുന്ന വിധത്തിൽ മഴ ലഭിക്കും. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ജൂൺ 6-ാം തീയതി മുതൽ ജൂൺ 22-ാം തീയതി വരെയും ജൂലൈ 28-ാം തീയതി മുതൽ സെപ്റ്റംബർ 13-ാം തീയതി വരെയും ശക്തിയായിട്ടുള്ള കാറ്റ് പലപ്പോഴും മഴ ലഭിക്കുന്നതിനുള്ള തോത് കുറയ്ക്കുവാനുള്ള യോഗമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ലഭിക്കുന്നത് വളരെ കുറയുക. എന്നാൽ വനത്തിലാണെങ്കിലും വനപർവ്വതങ്ങളിലും അണക്കെട്ടുകളോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പൊതുവെ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ ഇഷ്ടംപോലെ അണക്കെട്ടുകൾ ഉണ്ടല്ലോ. എന്തായാലും വനപർവ്വതങ്ങളിൽ ധാരാളം ലഭിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരുവാനും സമീപത്തുള്ള സംസ്ഥാനങ്ങളിലും കർണാടകത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ തന്നെ ഈ കാറ്റിന്റെ ആധിക്യത്തിൽ അവിടെ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സെപ്റ്റംബർ 15, 16 എന്നീ തീയതികളിൽ തുലാവർഷത്തിന്റെ പ്രതീതി തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അതായത് സെപ്റ്റംബർ 15, 16 എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കന്നിമാസം ചിങ്ങമാസം ഒടുവിലായിട്ടുള്ളൂ. ഒക്ടോബർ 9-ാം തീയതി മുതൽ കാലവർഷത്തിന്റെ തുടക്കം കുറിക്കും. എന്നാൽ അതൊരു പ്രാവർത്തികമായ രീതിയിൽ എത്തിച്ചേരുക എന്നതൊക്കെ തന്നെ ഒക്ടോബർ 16-ാം തീയതിയോടുകൂടി, 9-ാം തീയതി മുതൽ തുടങ്ങി 16-ാം തീയതിയോടുകൂടി കാലവർഷത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ധാരാളം ഉണ്ടാകും. ഈ കാലവർഷം തുലാവർഷം എന്നുള്ളത് സെപ്റ്റംബർ 15-ാം തീയതി മുതൽ 16-ാം തീയതി വരെ തുലാവർഷത്തിന് തുടക്കം കുറിച്ച് ഒക്ടോബർ 9-ാം തീയതി മുതൽ ഒക്ടോബർ 16-ാം തീയതി വരെ നല്ല രീതിയിലുള്ളൊരു മഴ ലഭിക്കുവാനും ഈ തുലാവർഷം എന്നത് ഏറ്റവും നല്ല നിലയിൽ ഈ ഒരു വർഷം ലഭിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ കാറ്റിന്റെ ആധിക്യം സെപ്റ്റംബർ 13 വരെ ഉണ്ടാകുന്നതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള ഖനീഭവിച്ചിട്ടുള്ള കൊണ്ടായിരിക്കാം ഈ തുലാവർഷം നല്ല നിലയിൽ ഈ ഒരു വർഷം ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. ഈ തുലാവർഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ നവംബർ 2-ാം തീയതി വരെ തുടരുവാനും നവംബർ 23, 24, 25, 26 കാലങ്ങളിലും ഡിസംബർ 7 മുതൽ 19-ാം തീയതി വരെയും അവിചാരിതമായിട്ടുള്ള മഴ ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിലും ഒരുപക്ഷെ തുലാവർഷം എന്നൊന്നും പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഇടമഴ ലഭിക്കുക എന്നുള്ളൊരു പദമാണ് നമ്മളൊക്കെ പറയുക പതിവ്. ഇതൊക്കെ തന്നെ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. 2026 ഫെബ്രുവരി 27-ാം തീയതി ഒരു കുംഭമാസത്തിലെ മഴ ലഭിച്ചാൽ വളരെ നല്ലതാണ്. കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് പ്രത്യേകിച്ച് നെൽകൃഷിക്ക് അനുകൂലമാണ് എന്നതൊക്കെയാണ് പറയുക പതിവ്. 27 മുതൽ മാർച്ച് മാസം 1-ാം തീയതി വരെ കുംഭമഴ ലഭിക്കുവാനും ഏപ്രിൽ 8, 9, 10 എന്നീ ദിവസങ്ങളിൽ
വേനൽ മഴ ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട്.